നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തെ ആകെ വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി നടൻ മോഹൻലാൽ. അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തി നടൻ മമ്മൂട്ടി. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച വ്യക്തികളാണ് ശ്രീനിവാസൻ, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടുകളെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. അതിലൊരാൾ നമ്മളെ വിട്ടുപോകുന്നു എന്നത് അതീവ ദുഃഖകരമാണെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു. ശ്രീനിവാസനെ നഷ്ടപ്പെടുമെന്ന് താൻ ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം സിനിമകളിലൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള അപൂർവം ചിലരിൽ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ഒരുപാട് വർഷത്തെ ഒരുമിച്ചുള്ള യാത്രയാണ് ഞങ്ങളുടേതെന്നും സിനിമാ നടൻ എന്നതിലുപരിയുള്ള അടുപ്പവും കുടുംബ ബന്ധങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ും മോഹൻലാലിന്റെ പ്രതികരണം. മലയാളികൾക്ക് മുന്നിലൂടെ നർമ്മത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ കലാകാരനാണ് ശ്രീനിവാസൻ എന്നും സർക്കാസ്റ്റിക്കായാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. നല്ല സിനിമകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നത്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ തനിക്ക് സമ്മാനിച്ച വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹമെന്നും മോഹൻലാൽ പറഞ്ഞു. അടുത്ത കാലത്ത് ശ്രീനിവാസൻ അമൃതയിൽ ചികിത്സയിലായിരുന്നപ്പോൾ താൻ അവിടെ പോയിരുന്നു. പക്ഷെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നതിനാൽ തനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ള അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനും സാധിക്കുമായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാവരും വളരെ സങ്കടത്തിലാണ്, അതിലേറെ ദുഃഖത്തിലാണ് താനെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. അതേസമയം ശ്രീനിവാസന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തെ കണ്ടനാട്ട് വീട്ടിലെത്തിച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും നടക്കുക. സിനിമാ രംഗത്തെയും പൊതുരംഗത്തെയും പ്രമുഖരടക്കം ഒട്ടനവധി ആളുകളാണ് ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടൻ മമ്മൂട്ടി കുടുംബവും ശ്രീനിവാസനെ അവസാനമായി കാണാൻ കണ്ടനാട്ടെ വീട്ടിലെത്തി. മലയാളത്തിന്റെ പ്രിയതാരം ശ്രീനിവാസന്റെ വേർപാട് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ശ്രീനിവാസന്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, വിനീത് ഈ വാർത്ത അറിഞ്ഞത് വളരെ വേദനാജനകമായിട്ട് മാറിയിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികൾക്കായി കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിനീത് പിതാവിന്റെ മരണ വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ വിമാനയാത്ര റദ്ദാക്കി നടൻ ആശുപത്രിയിലേക്ക് തിരിക്കുകയായിരുന്നു. ഡയാലിസിസിനായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യമാണ് ശ്രീനിവാസനെ മരണത്തിലേക്ക് നയിച്ചത്. രാവിലെ 8:30 അന്ത്യം. അച്ഛൻ വിടവാങ്ങിയ വിവരം അറിയാതെ യാത്ര പോയ മകൻ മടങ്ങിയെത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും. 10 മണിയോടെ വിനീത് ആശുപത്രിയിലെത്തി. തന്റെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും മക്കൾക്ക് എന്നും വഴികാട്ടിയായിരുന്ന പിതാവിന്റെ വേർപാട് വിനീതിനും ധ്യാനിനും വലിയൊരു ശൂന്യത ഉണ്ടാക്കിയിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തയാളാണ് ശ്രീനിവാസനെന്ന് നടനും MLAയുമായ മുകേഷ് പ്രതികരിച്ചു. ഒരു തിരക്കഥ വായിച്ചാൽ 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കുന്ന, അതിന് മറുപടി കിട്ടിയാൽ മാത്രം മുന്നോട്ട് പോകുന്നയാളായിരുന്നു ശ്രീനിവാസനെന്ന് മുകേഷ് പറഞ്ഞു. അതേസമയം ശ്രീനിവാസന്റെ ഒരു പാത പിന്തുടർന്നാണ് സിനിമയിലേക്ക് വിനീതും ധ്യാനും എത്തിയത്. വിനീത് പിതാവിന്റെ സിനിമകളിൽ ലാളിത്യവും ആത്മാർത്ഥ്യം തന്റെ സൃഷ്ടികളിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. തന്റെ കരിയറിൽ ഏറ്റവും വലിയ ഗുരുവും വഴികാട്ടിയുമായിരുന്ന അച്ഛന്റെ വിയോഗം താങ്ങാനാവാത്ത ആഘാതമായിരുന്നു വിനീതിനും കുടുംബത്തിനും നൽകിയത്. എന്തായാലും ശ്രീനിവാസന്റെ മരണവിവരം അറിഞ്ഞ് സിനിമ, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലുള്ള ആശുപത്രിയിലേക്ക് എത്തി തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ, നടി സരയു, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, കെ ബാബു MLA എന്നിവർ ആശുപത്രിയിലെത്തി. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കൊച്ചിയിലുണ്ടായിരുന്നു. ഇരുവരും ശ്രീനിവാസൻ ആദരാഞ്ജലി അർപ്പിക്കാനെത്തും. മരണ വാർത്ത അറിഞ്ഞ് സിനിമാ പ്രവർത്തകർ കൊച്ചിയിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി അനുശോചിച്ചിട്ടുണ്ട്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ അനുശോചനം. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിലനിന്നു പോന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചത്. തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടിയൊരു നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗം ഉണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറിച്ചു. ഒരു അഭിമുഖത്തിനായി ഞങ്ങൾ ഒരുമിച്ചിരുന്നതും നർമ്മമധുരമായ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചതും ഓർമ്മിക്കുന്നു. വ്യക്തിപരമായി ഹൃദ്യമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ശ്രീനിവാസൻ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകം കൂടിയായി അനുഭവപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു വളർന്ന് സിനിമയോടുള്ള അഭിനിവേശം സ്വയപ്രയത്നത്തിലൂടെ പ്രായോഗിക തലത്തിൽ എത്തിച്ച ശ്രീനിവാസന്റെ ജീവിതം പരിശ്രമശാലികൾക്കുള്ള പാഠപുസ്തകമാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ അനുശോചനം മലയാളികളുടെ ചിന്തകളെയും ഭാവനയും നർമ്മബോധത്തെയും ആഴത്തിൽ സ്പർശിച്ച അയാൾ കഥയെഴുത്ത് നിർത്തി. കാലത്തിന്റെ അക്കരെ നിന്ന് ഇനിയും സിനിമാ ലോകത്തിന് ആ മഹാപ്രതിഭ നിത്യപ്രചോദനമേകം.
അവസാനം കണ്ടപ്പോഴും ശാരീരികമായ പലവിധ അവശതകൾക്കിടയിലും ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ചിന്തകളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെട്ടിരുന്നു. നർമ്മത്തിന്റെ മേമ്പൊടിയോടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിൽ എത്തിക്കുവാൻ ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു. ദശകങ്ങളോളം ചലച്ചിത്രത്തിന്റെ സർവ്വമേഖലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു. വായനശാലകൾ സജീവമായ പാണ്ഡിത്യ ബാല്യകാലമാണ് ശ്രീനിവാസനിൽ വായനയിലും നാടകാഭിനയത്തിലും കാമ്പമുണർത്തിയത്. ഉൾക്കാമ്പുള്ള പ്രമേയങ്ങളെ അതീവ ഹൃദ്യമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ സർഗശേഷി സിനിമയുള്ള കാലത്തോളം സ്മരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചലച്ചിത്ര ലോകത്തിന്റെയും അഗാധമായ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും എം.വി. ഗോവിന്ദൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വലിയ ലോകത്തെ ചെറിയ മനുഷ്യരുടെ ജീവിതവും ചെറിയ ലോകത്തെ വലിയ മനുഷ്യരുടെ ജീവിതവും അസാധാരണ ശൈലിയിൽ പകർത്തി എഴുതിയ അതുല്യ കലാകാരനായിരുന്നു ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ. 5 പതിറ്റാണ്ട് നീണ്ട ശ്രീനിവാസന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളോടെയാണ്. അതാണ് ശ്രീനിവാസന്റെ എഴുത്തിന്റെ ആഴവും അഭിനയത്തിന്റെ പരപ്പുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ശ്രീനിവാസന്റെ വിയോഗം അപ്രതീക്ഷിതമെന്നും ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും നടി ഉർവശിയുടെ പ്രതികരണം. ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ. മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അത്രയും വേദനയാണ്. ശ്രീനിയേട്ടന്റെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴും താൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ ശ്രീനിയേട്ടൻ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയാണ് ശ്രീനിവാസൻ. വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം. ഓർക്കാൻ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു. എന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാകില്ലെന്നും ഉർവശി അനുസ്മരിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം. 69 വയസ്സായിരുന്നു. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ശ്രീനിവാസൻ. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 വരെ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടത്തും. മൃതദേഹം ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടിലെത്തിച്ചു. രാവിലെ 8:30-യോടെയായിരുന്നു അന്ത്യം. എന്തായാലും വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ ഒരുപാട് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക്, അതിലുപരി കുടുംബത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.